ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി റെസിപ്പിയാണ്. പപ്പടവും തേങ്ങയും വെച്ചിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതിനായി ആദ്യം തന്നെ ഒരു 10-15 പപ്പടം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പിലായിരുന്നാലും ഏത് വലിപ്പത്തിലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ചെറുതാക്കാൻ നോക്കിയാൽ അത്രയും നല്ലത്. ഇനി ഇതെല്ലാം ചൂടായി വന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ തേങ്ങ ചിരകിയതിന് ശേഷം അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചിരകിയ പാടെ തന്നെയോ നമുക്കെടുത്ത് മാറ്റി വെക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. പപ്പടം കൊണ്ടുള്ള തോരനാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി പപ്പടം മേടിക്കുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്തു നോക്കുക. എല്ലാവർക്കും ഇഷ്ടാവും. പപ്പടം ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരുന്ന മുഴുവൻ പപ്പടവും ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിൽ തന്നെ 2 സബോള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മി ഒറ്റ ആക്കിയിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് മാറ്റാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും, കരിഞ്ഞു പോവരുത്. എല്ലാം ഒരുപോലെ ഫ്രൈ ചെയ്ത് കിട്ടാനായിട്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. എന്നാൽ മാത്രമേ എല്ലാം ഒരുപോലെ ഫ്രൈ ആയി കിട്ടുള്ളൂ. ഇപ്പോൾ ദാ ഈ ഒരു ഉള്ളിയുടെ കളറൊക്കെ മാറി ഈ ഒരു പരുവത്തിൽ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കൂട്ടാണ്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരു വെറൈറ്റിക്കായിട്ട് ഇതുപോലെയൊക്കെ ചെയ്തു കൊടുക്കുക. എന്തായാലും അവർക്ക് ഇഷ്ടാവും. ഇനി നമുക്ക് ഇത്രയും എണ്ണ വേണ്ട. അതിനായിട്ട് ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വളരെ കുറച്ച് മാത്രം ഓയിൽ ഇതിൽ വെക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ടുള്ള കാര്യം ചെയ്യാനായിട്ട് അത്രയും ഓയിൽ മതി. അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകെല്ലാം പൊട്ടി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു 5 വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ മണം ഈ ഒരു എണ്ണയിലൊക്കെ മുന്തി നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു പിടി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 വറ്റൽമുളക് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റ് ഒക്കെ ആയിരിക്കും. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം നല്ലൊരു മണമൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ അളവിൽ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരേക്കും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ മസാലയിലൊന്ന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പപ്പടത്തിൽ ഉപ്പുണ്ട്, എന്നാലും ആ ഒരു മസാലയിൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ഉപ്പ് രസം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പൊരിച്ച് വെച്ചിരുന്ന ആ ഒരു ഉള്ളി ഇതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നും ഘട്ടമായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോഴേ നമുക്കതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവറും ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ആ ഒരു ഉള്ളി ഇതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി വേണം നമുക്കിതിലേക്ക് പപ്പടം ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ഞാനിവിടെ മുഴുവനായിട്ടും ആ ഒരു പപ്പടം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മസാലയായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് നേരം ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. നമുക്ക് അടച്ചു വെക്കണമെന്നൊന്നുമില്ല. 1 മിനിറ്റ് സമയമാകുമ്പോൾ ഈ ഒരു മസാലയുടെ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ പപ്പടത്തിലേക്കും ആയി കിട്ടും. ആ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാം. ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.